ഇന്ന്, അതായത് 26 ജൂലൈ മാസം 2025, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഏതാണ്ട് 72ഓളം ഭൂകമ്പങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഇവയൊന്നും മാധ്യമത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈയിടെ നടന്നിട്ടുള്ള ഒരു അന്വേഷണം ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു ഗവേഷണ പ്രബന്ധമാണ്. ഒരു സ്റ്റുഡൻ്റാണ് പ്രസിദ്ധീകരിച്ചത്. ആ സ്റ്റുഡൻറ്റ് പാബ്ലോ മെറീന ഗാഡ്സൺ എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻറ്റ്, മൈദിന യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്റ്റുഡൻ്റായിരുന്നു. അവരെ കണ്ടുപിടുത്ത പ്രകാരം വായു മലിനീകരണം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഭൂകമ്പത്തിന് ഇടവരുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇവ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാവുന്നതാണ്, ഇന്ന് വായു മലിനീകരണം വളരെ കൂടുതലാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അന്തരീക്ഷത്തിൽ രാസമാറ്റം സംഭവിക്കുന്നുണ്ട്. ഓരോ മിനിറ്റിലും ഏതാണ്ട് നമ്മുടെ ഹിരോഷിമയിലുണ്ടായിട്ടുള്ള ഭൂകമ്പത്തിന് സമാനമായിട്ടുള്ള ഭൂകമ്പം ഓരോ മിനിറ്റിലും സമാനമായിട്ടുള്ള ഊർജം, കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഊർജ്ജമായി ഇവിടെ പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് സമുദ്രത്തിൽ പതിക്കുന്നുണ്ട്. ഈ സമുദ്രത്തിൽ പതിക്കുന്ന ഈ കാർബൺ ഡൈ ഓക്സൈഡ് സമുദ്രത്തിൽ മാത്രമല്ല, അന്തരീക്ഷത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോകുന്നുണ്ട്. കുറച്ചൊരു ഭാഗം ഏതാണ്ട് 50-60% സമുദ്രത്തിലും പതിക്കുന്നുണ്ട്. അങ്ങനെ സമുദ്രത്തിൽ പതിക്കുന്ന ഈ ഒരു വാതകം നേരെ അതിൻ്റെ ചെറിയൊരു ഭാഗം അന്റാർട്ടിക്കയിലും എത്തിച്ചേരും. ഇങ്ങനെ അന്റാർട്ടിക്കയിൽ എത്തിച്ചേർന്നതിൻ്റെ ഭാഗമായിട്ട് അന്റാർട്ടിക് പ്രദേശം ചൂടാവുന്നുണ്ട്. ഭൂമി ചൂടാവുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ അന്റാർട്ടിക്കയിലെ പ്രദേശം ചൂടാവുന്നുണ്ട്. അങ്ങനെ ചൂടാകുമ്പോൾ ആ പ്രദേശത്തിലുള്ള മഞ്ഞ് ഉരുകും. 1980 ശേഷം വലിയ തോതിൽ അന്റാർട്ടിക്കയിൽ മഞ്ഞുരുകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ 2024 അവസാനമാകുമ്പോഴത്തേക്കും 80-ലുള്ളതിനേക്കാൾ 24 മടങ്ങ് വേഗതയിലായിരിക്കുകയാണ് അന്റാർട്ടിക്കയിലെ മഞ്ഞുരുക്കം. അതായത് ഈ മഞ്ഞുരുകുമ്പോൾ മഞ്ഞ് കടലിലേക്ക് വരും, കടലിലെ ജലവിധാനം ഉയരും. അതിൻ്റെ വശങ്ങൾ വേറെ ഞാൻ പറയാം, അത് മറ്റുള്ള ഭാഗത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഭൂമിയിലേക്കായുള്ള ബന്ധത്തെ പറ്റി പറയാം. കടലിലെ ജലവിധാനം ഉയരും. അപ്പം സ്വാഭാവികമായിട്ടും ഈ അന്റാർട്ടിക്കയിൽ ധാരാളം ഈ കാർബൺ ഡൈ ഓക്സൈഡും അതുമാതിരി തന്നെ ഹരിതവാതകങ്ങളും എത്തിച്ചേരുന്നതോടുകൂടി അന്റാർട്ടിക്ക ചൂടാവുകയും അന്റാർട്ടിക്ക താഴെ ഭൂമിക്കടിയിൽ ഏകദേശം 1000ഓളം അഗ്നിപർവ്വതങ്ങളുണ്ട് എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, 1000ഓളം അഗ്നിപർവ്വതങ്ങൾ അന്റാർട്ടിക്കയിലുണ്ട്. ഈ അഗ്നിപർവ്വതങ്ങൾക്ക് എന്താ സംഭവിക്കുക? അഗ്നിപർവ്വതങ്ങൾ കടലിനടിയിലാണെന്ന് ഓർക്കണം. അന്റാർട്ടിക്കയിൽ മുകളിലുള്ള കടലിനടിയിലാണ് ഈ അഗ്നിപർവ്വതങ്ങളെല്ലാം ഉള്ളത്. ഈ അഗ്നിപർവ്വതങ്ങൾ അന്റാർട്ടിക്കയുടെ മുകൾ ഭാഗത്തുമുണ്ട്. ഈ അഗ്നിപർവ്വതങ്ങളിലുള്ള മഞ്ഞുരുകുമ്പോൾ അഗ്നിപർവ്വതങ്ങളിലുള്ള ലാവ, ഈ മാഗ്മ നമ്മളതിന് പറയാം, ഈ മാഗ്മയുടെ ചൂട് വർദ്ധിക്കും. കാരണം അന്റാർട്ടിക്ക തണുപ്പിക്കുന്നതുകൊണ്ട്, അന്റാർട്ടിക്കയിലെ മഞ്ഞ് തണുപ്പിക്കുന്നത് കൊണ്ടാണ് അവ പൊട്ടാതെ, അവ അഗ്നിപർവ്വത സ്ഫോടനമാവാതെ നിൽക്കുന്നത്. അങ്ങനെ ഈ മാഗ്മ നഷ്ടപ്പെടുന്നതോടുകൂടി തന്നെ, മാഗ്മയല്ല, ഈ മഞ്ഞ് നഷ്ടപ്പെടുന്നതോടുകൂടി തന്നെ ഈ അന്റാർട്ടിക്കയിൽ അതിൻ്റെ സമ്മർദ്ദം കൂടുകയും ഭൂമിക്കടിയിലുള്ള ഈ അഗ്നിപർവ്വതം പെട്ടെന്ന് പൊട്ടാനിടയാവുകയും ചെയ്യുന്നുണ്ട്. ഈയിടെയായിട്ട് അന്റാർട്ടിക്കയിലെ 25-30% അഗ്നിപർവ്വത
വലിയ സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ സ്ഫോടനത്തിൻ്റെ വലിയൊരു ഭാഗം നമുക്ക് അറിയാൻ വേണ്ടി കഴിയില്ല. അതാണ് വലിയൊരു പ്രത്യേകത. പക്ഷെ കടലിൽ മാറ്റം ഉണ്ടാവും. ആ കടലിലെ മാറ്റം കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് നമുക്ക് ഈ കാറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂനമർദ്ദമായിട്ട് നമുക്ക് രൂപക്കൊള്ളാം. ഈ ന്യൂനമർദ്ദമൊക്കെ ഉണ്ടാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ അന്തരീക്ഷത്തിൽ വന്നിട്ടുള്ള മാറ്റമാണ്. അപ്പോൾ അങ്ങനെ ന്യൂനമർദ്ദം ഉണ്ടാവാം. ഇപ്പം നമുക്കറിയാവുന്നതാണ് ഈ അന്റാർട്ടിക്കയിൽ വലിയൊരു ഹിമാനി, വലിയൊരു ഹിമപർവ്വതമുണ്ട്. അത് ഉരുകാൻ വേണ്ടി തുടങ്ങുകയാണ്. അതിന് ഏകദേശം നീളമുണ്ടെന്ന് അറിയാം. 1,92,000 ചതുരശ്ര കിലോമീറ്ററോളം ഉയരമുണ്ട്, ചതുരശ്ര കിലോമീറ്ററോളം നീളമുണ്ട്, 74,000 ചതുരശ്ര മൈലോളം ദൂരമുണ്ട്. ആ ഒരു അന്റാർട്ടിക്കയിലെ ഭൂഖണ്ഡത പടിഞ്ഞാറൻ അന്റാർട്ടിക്കയിലാണ് കിടക്കുന്നത്. അതിൻ്റെ പേരാണ് ടിവൈറ്റ്, THWAIT, ടിവൈറ്റ് മഞ്ഞുമല. ഈ ടിവൈറ്റ് മഞ്ഞുമല എത്ര വലിപ്പമുണ്ടെന്നറിയാം? ഫ്ലോറിഡൻ്റെ അത്രയുണ്ട്. ഫ്ലോറിഡൻ്റെയോ അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ അത്ര വലിപ്പമുണ്ട്. അതിൻ്റെ 30% ഇപ്പോൾ വെള്ളമായി പോയിട്ടുണ്ട്. ഈ അടുത്തതായിട്ട് അതിൻ്റെ വേഗത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. 30 വർഷത്തിനുള്ളിൽ ഈ 120 കിലോമീറ്ററോളം, അതായത് 1,91,000 ചതുരശ്ര കിലോമീറ്റർ, ഏകദേശം 120 കിലോമീറ്ററോളം വരും. അതിൻ്റെ ഉരുകലിൻ്റെ വേഗത 5 ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായി മൊത്തം സമുദ്രനിരപ്പിൻ്റെ 4%, അതായത് സമുദ്രജല വർധനവിൻ്റെ ഫലമായി ഉണ്ടാവുന്ന ഈ കടലിലെ ജലം ഉയർച്ച 4% വർധനമുണ്ടാവും. അങ്ങനെ 4% വർധനം ഉണ്ടാവുകയാണെങ്കിൽ അത് 230 മില്യൺ ജനങ്ങളെ അത് ബാധിക്കും. കാരണം 3.3 ഫീറ്റ് സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നു കിടക്കുന്ന സ്ഥലത്താണ് ഇത്രയും 230 മില്യൺ ജനങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് അഭയസ്ഥാനം വേറെ കണ്ടെത്തേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പം ഈ ഹോങ്കോങ്ങിൽ മാത്രമായിട്ട് തന്നെ 1.4 മില്യൺ ജനങ്ങൾ ഈ 2035 ഒക്കെ ആകുമ്പോൾ, 2030-32 കാലഘട്ടമൊക്കെ ആകുമ്പോഴത്തേക്ക് മാറ്റി താമസിപ്പിക്കേണ്ടി വരും. ഈ അഗ്നിപർവ്വതം പൂർണ്ണമായി ഉരുകി തീരുക, ഈ ടിബൈറ്റ് ഹിമാനികൾ പൂർണ്ണമായി ഉരുകി തീരുകയാണെങ്കിൽ, അപ്പോൾ ഉരുകിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ധാരാളം അഗ്നിപർവ്വതങ്ങൾക്ക് ഏൽക്കുന്ന അതിൻ്റെ തണുപ്പ് കുറയുകയും മർദ്ദം കൂടുകയും ലാവ വളരെ വേഗത്തിൽ ചൂടാവുകയും അവ സ്ഫോടനം ഉണ്ടാവുകയും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ സ്ഫോടനം ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ടും ആ പ്രദേശങ്ങളിൽ ഭൂമികുലുക്കത്തിന് ഇടയാക്കുന്നുണ്ട്. അവിടെ മാത്രമല്ല, ഇപ്പം ഇന്ന് പറഞ്ഞല്ലോ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇന്ന് 26-ാം തീയതിയാണ് ഇത് സംസാരിക്കുന്നത്. 26/7/2025 73 സ്ഥലങ്ങളിലോളം ചെറുതും വലുതുമായിട്ടുള്ള ഭൂകമ്പങ്ങൾ ഇന്നുണ്ടായിട്ടുണ്ട്. ഈ പല ഭാഗങ്ങളിലും മർദ്ദം എനർജി ഉൽപ്പാദിപ്പിക്കും. ഈ ഭൂകമ്പങ്ങൾ ഒരു സ്ഥലത്ത് ഉണ്ടായിക്കുകയാണ്, ഒരു സ്ഥലത്ത് ഭൂകമ്പം ഉണ്ടായിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രകമ്പനങ്ങൾ മറ്റു സ്ഥലത്തേക്ക് നീങ്ങുകയും അതിൻ്റെ ഫലമായിട്ട് ആ പ്രദേശങ്ങളിൽ ഭൂമികുലുക്കം അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇന്നുണ്ടായ ഭൂകമ്പത്തിലുണ്ടായിട്ടുള്ള ചില സ്ഥലങ്ങളുടെ പേരുകളും ഞാൻ നിങ്ങളോട് പറയാം. ഇന്ന് ഇന്ത്യയിൽ മോസ്റ്റ് റീസെൻ്റായിട്ട് ഇന്നുണ്ടായ ഭൂകമ്പം
ഇപ്പോൾ നമുക്ക് ഇത് സംസാരിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ അച്ലോഗയിൽ ഒരു ഭൂമികുലുക്കം ഉണ്ടായിട്ടുണ്ട്. അതുമാതിരി ഫിലിപ്പൈൻസിൽ ഒരു മണിക്കൂർ മുമ്പേ, ഇന്തോനേഷ്യയിൽ 2 ഉണ്ടായി, സാൽവദോറിൽ, പിന്നെ അങ്ങനെ നിരന്തരം 60ഓളം സ്ഥലം, പിന്നെ തുർക്കിയിൽ, പിന്നെ റഷ്യയിൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഇന്തോനേഷ്യയിൽ തന്നെ മറ്റൊരു ഭൂകമ്പം ഉണ്ടായി, തുർക്കിയിൽ. അങ്ങനെ നിരന്തരം തുർക്കി, ഇന്തോനേഷ്യ, മെക്സിക്കോ, ആസ്ട്രേലിയ, UK തന്നെ 2 തവണ ഉണ്ടായിട്ടുണ്ട്. അങ്ങനല്ലോ ഗ്രീസ്, ഒന്നും പറയണ്ട. അമേരിക്കയിൽ തന്നെ ഇന്നൊരു ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. പല ഭാഗങ്ങളിലും നിരന്തരം നമ്മൾ കാലാവസ്ഥാ വ്യതിയാനം നമ്മളിൽ ഉണ്ടാക്കുന്ന അനന്തരഫലം എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ പറയും അത് മഴയായിട്ടാണ് പെയ്യുക, വെയിലായിട്ടാണ് ഉണ്ടാവുക, കൃഷിനാശം ഉണ്ടാവും എന്നൊക്കെയാണ് നമ്മൾ പറയാം. പക്ഷെ അതിലും ഭീകരമായിട്ടാണ് ഇതിൻ്റെ വരവ് നമ്മൾ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ കോവിഡിനേക്കാൾ 1000 മടങ്ങാണ് ഉണ്ടാവുക. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായിട്ട് സമുദ്രജലം ഉയർന്നതിൻ്റെ ഫലമായിട്ട് ആളുകളെ ഒഴിപ്പിച്ച് അവരെ റെഫ്യൂജികളാക്കി താമസിക്കേണ്ട ഘട്ടം വരികയാണ്. അപ്പോൾ പല ദ്വീപുകളും വെള്ളത്തിനടിയിലാവാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഈ ഒരു മർദ്ദം, ഇത് വലിയ തോതിൽ മർദ്ദമുണ്ടാക്കുന്നതും ആ മർദ്ദം കാരണം ഈ ജലം പെട്ടെന്ന് മർദ്ദം കാരണം ഭൂമികുലുക്കം പല ഭാഗങ്ങളിലായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ നമുക്ക് തടയണമെങ്കിൽ ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. നമുക്ക് ഹരിതവാതകത്തിലേക്ക് പോയാൽ പറ്റുള്ളൂ. ഇനി 3 വർഷമാണ്, ഇനി 3 വർഷം മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് ഭൂമി തിരിച്ചു കിട്ടാത്ത വിധം ഭൂമി നമ്മുടെ കൈവശത്ത് നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയുടെ ആ ആയുസ് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത വിധം ശാസ്ത്രജ്ഞർ പറയുന്നത് ഇനി നമുക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടി കഴിയില്ല. 3 വർഷം പാടെ, അതായത് 2029 ആകുമ്പോഴേക്കും ഭൂമി നമ്മുടെ കൈവശത്ത് നിന്ന് വിട്ടിട്ട് പ്രകൃതി മറ്റൊരു ശക്തിയിലേക്ക് കൈവശത്തേക്ക് പോവുക, കാലാവസ്ഥയുടെ ഇതിലേക്ക് പോകുക. 3 വർഷം ആണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. 11 വർഷം മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാർബൺ ബഡ്ജറ്റ് ഭൂമിയിൽ കൂടി വരിക. അപ്പോൾ കുറയ്ക്കാൻ ഒറ്റ പണി മാത്രമേ ഉള്ളൂ. നമ്മൾ ഹരിത ഊർജത്തിലേക്ക് പ്രവേശിക്കുക. വ്യവസായങ്ങൾ മുഴുവൻ ഹരിത ഊർജത്തിലേക്ക് ആക്കുക. ഹരിതോർജ്ജം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സൗരത്തിൽ നിന്നും ഉണ്ടാക്കുന്ന ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുക, പിന്നെ കാറ്റുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. ഊർജ്ജമാണ് അതിന് കാരണം. അപ്പോൾ അതിനുള്ള പ്രക്ഷോഭമാണ് ലോകത്തിന് ആവശ്യം. ഭൂമിയുടെ നിലനിൽപ്പ് ആണ് ലോകത്തിന് ഇനി ആവശ്യമുള്ളത്. കുട്ടികളായ നമ്മൾ ഭാവിയിൽ ജീവിക്കണമെങ്കിൽ പഠനം മാത്രം പോരാ, ഭൂമി ഉണ്ടായാൽ പറ്റുള്ളൂ, നല്ല കാലാവസ്ഥ ഉണ്ടായാൽ പറ്റുള്ളൂ, നല്ല ശുദ്ധവായു ശ്വസിക്കാനേ പറ്റുള്ളൂ. എങ്ങനെയാണ് നമ്മൾ ഓക്സിജൻ മാസ്ക് ഇട്ടുകൊണ്ട് കുട്ടികൾ സ്കൂളിൽ പോകുന്നൊരവസ്ഥ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഒരു 30 വർഷം കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ശുദ്ധമായ വായു ലഭിക്കാതെ ഓക്സിജൻ മാസ്ക് ഇട്ടുകൊണ്ട് സ്കൂളിൽ പോകുന്ന കാലഘട്ടം കേരളത്തിൽ വന്നാലോ, അല്ല ഇന്ത്യയിൽ വന്നാലും, ഡൽഹിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പം അത്ര അങ്ങോട്ട് പോകണ്ട. ഏതായാലും ഇതിൻ്റെ ചുരുങ്ങിയ വിവരണം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓരോ ദിവസവും ഓരോ ഭാഗങ്ങളാണ്. നിങ്ങൾക്ക് ഇത് കണ്ടിട്ടുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹാദരം അറിയിക്കുകയാണ്. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു.